ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സർ ഐസക് ന്യൂട്ടൺ ആണ് ഗ്രാവിറ്റി എന്നുള്ള കൺസെപ്റ്റ് കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാം. ഈ ന്യൂട്ടൺ ഗ്രാവിറ്റി എന്നുള്ള കൺസെപ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നി. അത് ഇതാണ്: പലപ്പോഴും ഡിനോമിനേറ്ററിൽ 0 വരുമ്പോൾ ഇൻഫിനിറ്റി വരുന്നു, ഇൻഡിറ്റർമിനന്റ് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് ഗ്രാവിറ്റി എന്നുള്ള കാൽക്കുലേഷനിൽ മാത്രമല്ല, മറ്റ് പല മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലും ഈ ഒരു പ്രശ്നം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ന്യൂട്ടന് അത് വലിയൊരു പ്രശ്നമായിട്ട് ഉദിച്ചു. അപ്പോൾ ന്യൂട്ടൺ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി എന്താണ് വഴി എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു സൂത്രമാണ് കാൽക്കുലസ്. അത് എങ്ങനെയെന്നല്ലേ, അതിനു മുന്നേ ഞാൻ 1-2 എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകണം. ഒരു ഒരു മനുഷ്യൻ ഒരു കിലോമീറ്റർ റോട്ടിൽ കൂടെ നടക്കുന്നു എന്ന് കരുതുക. ഈ നടക്കുന്നത് ഒരു പ്രത്യേക മെത്തേഡ് ഉപയോഗിച്ചിട്ട് നടക്കണം എന്നതാണ് നിർദ്ദേശം. ആദ്യം 500 മീറ്റർ, അതായത് പകുതി ദൂരം നടക്കുന്നു. ബാക്കിയുള്ള പകുതി ദൂരത്തിന്റെ പകുതി അടുത്ത പ്രാവശ്യം നടക്കുന്നു. അടുത്ത പ്രാവശ്യം ബാക്കിയുള്ള ദൂരത്തിന്റെ പകുതി നടക്കുന്നു. അതിനടുത്ത പ്രാവശ്യം ബാക്കിയുള്ള ദൂരത്തിന്റെ പകുതി നടക്കുന്നു. ഇങ്ങനെ നടന്ന് ഇദ്ദേഹം 1 കിലോമീറ്റർ അറ്റത്ത് എത്തണം എന്നതാണ് ലക്ഷ്യം. പക്ഷെ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഫൈനൈറ്റ് ആയിട്ട് ഒരു നമ്പർ ആയിട്ട് കിട്ടില്ല, അത് ഇൻഫിനിറ്റ് ആണ്. നമുക്കറിയാം 1 കിലോമീറ്റർ എന്നുള്ളത് ഫൈനൈറ്റ് ആയിട്ട് ഒരു നമ്പറാണ്. പക്ഷെ ഇത്രയും ദൂരം ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തില്ല, അത് ഇൻഫിനിറ്റ് നമ്പർ കിട്ടുന്നു. അപ്പൊ ഇൻഫിനിറ്റ് പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ആ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റ് അല്ലേ കിട്ടേണ്ടത്. പക്ഷെ നമുക്കറിയാം അത് ഫൈനൈറ്റ് ആയ ഒരു നമ്പറാണ്. പക്ഷെ അപ്പോൾ ഇതിൽ എന്തോ ഒരു അപാകത ഒളിഞ്ഞിരിക്കുന്നതായി ശ്രദ്ധിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആ ഉത്തരം ശരിയല്ല, ഇൻഫിനിറ്റ് എന്ന് കിട്ടുന്ന ഉത്തരം ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് ഒരു റാഡ് ഒരു ഭിത്തികൾ ചരിച്ചു വെച്ചിരിക്കുന്നു എന്ന് കരുതുക. അതിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതാണ് അതിന്റെ സ്ലോപ്പ്. വെർട്ടിക്കലി എത്ര ലെങ്ത് ഉയരത്തിൽ അത് മൂവ് ചെയ്തു, അതുപോലെ തന്നെ ഹൊറിസോണ്ടലി എത്ര ലെങ്ത്തിൽ മൂവ് ചെയ്തു, അതിന്റെ പ്രൊപ്പോർഷൻ ആണ് സ്ലോപ്പ്. ഇത് നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ പറയും. നമുക്ക് നോക്കാം, ഒരു ഭിത്തി അതിന് ചരിച്ചു വെച്ചിരിക്കുന്ന റാഡ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതാണല്ലോ നമ്മൾ പറഞ്ഞ സ്ലോപ്പ്. സ്ലോപ്പ് ഈക്വൽ ടു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇതാണ് സ്ലോപ്പ്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈന് പകരം ഒരു കർവ് ആണെങ്കിലോ, ഇങ്ങനെ ഒരു കർവ് ആണെങ്കിലോ, ഇതിന്റെ സ്ലോപ്പ് നമ്മൾ എങ്ങനെ കാണും? ഇതിന്റെ സ്ലോപ്പ് കാണാൻ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. കാരണം ഇത് കർവാണ്, ഇതിലെ ഓരോ പോയിന്റിന്റെ സ്ലോപ്പ് ഡിഫറെന്റ് ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് എല്ലാ പോയിന്റിന്റെ സ്ലോപ്പ് സെയിം ആയിരുന്നു. ഇവിടെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് കാണാൻ നമ്മൾ വേറൊരു മെത്തേഡ് ആണ് ന്യൂട്ടൺ കണ്ടെത്തിയത്. അത് ഇതാണ്. ഈ ഒരു പോയിന്റിലെ സ്ലോപ്പ് കാണണമെങ്കിൽ ആ പോയിന്റിന് ഈ വശവും ഇപ്പുറവും അപ്പുറമുള്ള 2 പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അതിനെ XY എന്ന് കൊടുക്കുന്നു, ഇതിനെ X1 Y1 എന്ന് കൊടുക്കുന്നു. ഇപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതാണ് സ്ലോപ്പ്. പക്ഷെ ഇതിന്റെ സ്ലോപ്പ് ആക്ച്വലി അപ്പൊ നമുക്ക് കിട്ടുക ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ് നമുക്ക് കിട്ടുക. ഈ കർവ് ലൈനിന്റെ സ്ലോപ്പ് അല്ല കിട്ടുക, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ് കിട്ടുക ഇതനുസരിച്ച്. അപ്പോ ഈ കർവ് ലൈനിന്റെ സ്ലോപ്പ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ പോയിന്റ് കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവരും തോറും ഇതിന്റെ സ്ലോപ്പ് കൂടുതൽ, കർവിന്റെ സ്ലോപ്പ് കൂടുതൽ ആക്യുറേറ്റ് ആയി വരും. അടുത്ത് വന്ന് ഒരു പോയിന്റിൽ മാത്രം വരുമ്പോൾ ആ സ്ലോപ്പ് എക്സാക്ട് സ്ലോപ്പ്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം ഉണ്ട്. എന്താണ് പ്രശ്നം? ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കുറഞ്ഞു വരുമല്ലോ. കുറഞ്ഞു വന്ന് അത് 0യിലേക്ക് വന്ന് ടച്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 0/0. ഇതാണ് പ്രശ്നം.
ഇങ്ങനെ പ്രശ്നം ഇതാണ് ഇൻഡിഫിനിറ്റ് ആയി ഇൻഫിനിറ്റ് ആയി ഇവിടെയാണ് പ്രശ്നം ഉദിക്കുന്നത്. അതിനാണ് വേറൊരു വഴി കണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിന് നമുക്ക് വേറൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും. ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ നമുക്കറിയാം. ഇതിന്റെ ഗ്രാഫ് ഒരു പരാബോളയാണ്. ഇങ്ങനെ ഒരു പരാബോളയാണ്. ഇതൊരു പരാബോള. ഈ പരാബോള ഈ ഗ്രാഫിന്റെ ഈ കർവിന്റെ സ്ലോപ്പാണ് നമുക്ക് കാണേണ്ടത്. ഈ സ്ലോപ്പ് കാണണമെങ്കിൽ നമ്മളിവിടെ ഒരു പോയിന്റ് എക്സ് വൈ എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ x1 y1 എന്ന് കൺസിഡർ ചെയ്യുന്നു. ഈ x1 y1 പ്രത്യേകതയുണ്ട്. x1 y1 എക്സും വൈക്കും തൊട്ടടുത്ത ഒരു പോയിന്റ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അല്പം ഡിസ്റ്റൻസ് എടുത്തു വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ x1 ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. x1 ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഇൻക്രിമെന്റ്, സ്മോൾ ഇൻക്രിമെന്റ്. എക്സിൽ കൂടെ ഒരു ഇൻക്രിമെന്റ് ആഡ് ചെയ്യുമ്പോഴാണ് x1 കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എടുക്കുന്നത്. അതുപോലെ y1 ഈക്വൽ ടു y പ്ലസ് ഡെൽറ്റ വൈ. ഇവിടെ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ സ്മോൾ ഇൻക്രിമെന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈനെ ഡിഫൈൻ ചെയ്തത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിന്റെ സ്ലോപ്പ് കാണണം. ഇതിന്റെ സ്ലോപ്പ് കാണണമെങ്കിൽ നമ്മൾ ഈ സ്ലോപ്പ് കാണുന്ന മെത്തേഡ് അനുസരിച്ച് ഇതിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇവിടെ നോക്കൂ, ഈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻക്രിമെന്റ് എക്സ്, അതായത് ഇതാണ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻക്രിമെന്റ് ഇൻ വൈ, അതാണ് ഡെൽറ്റ വൈ. അങ്ങനെയാകുമ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് എക്സാക്ട് സ്ലോപ്പ് ആവണമെങ്കിൽ ഈ കർവ് ഈ ഡിസ്റ്റൻസ് എക്സും എക്സ് വൈയും x1 y1 എന്നുള്ള പോയിന്റ്സ് വളരെ അടുത്ത് വരണം. അടുത്ത് വരും തോറും അതിന്റെ ഡിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ ഇതിന്റെ സ്ലോപ്പിന്റെ ആക്യുറസി കൂടി കൂടി വന്ന് എപ്പോഴാണ് എക്സാക്ട് ആവുന്നത്? ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 0 വരുമ്പോഴാണ്. അതായത് ഇവിടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് 0/0 വരണം. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോ നമ്മൾ ഡെൽറ്റ എക്സ് ഡിനോമിനേറ്റർ 0 കൊടുക്കുന്നില്ല. ഡിനോമിനേറ്റർ 0 കൊടുത്താലാണല്ലോ പ്രശ്നം. അപ്പോഴാണ് നമ്മളിവിടെ കൺഫ്യൂഷൻ വരുന്നത്. അതിനെ കണ്ട ഒരു സൂത്രമാണ് ഡെൽറ്റ എക്സ് തൽക്കാലം 0 നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ 0 കൊടുക്കുന്ന ഒരു സമയം വരും, അപ്പോഴാണ് നമ്മൾ 0 കൊടുക്കുന്നത്. ഓക്കെ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ, therefore y1 ഈക്വൽ ടു x1 സ്ക്വയർ. ഇവിടെ ഡെൽറ്റ വൈ ഈക്വൽ ടു y1 മൈനസ് y, y1 മൈനസ് y. ഇത് രണ്ടും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് നമുക്ക് കാണുന്നത്. അതാണ് സ്ലോപ്പ്. ഇപ്പൊ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ y1 മൈനസ് y1 മൈനസ് y എന്ന് നമ്മൾ കൊടുത്തു, ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y1 എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ മൈനസ് y എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 സ്ക്വയർ, x1 എന്ന് പറഞ്ഞാൽ x പ്ലസ് ഡെൽറ്റ എക്സ്, ദെൻ x പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു, മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ, a പ്ലസ് ബി ഹോൾ സ്ക്വയർ, a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന്. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യും. ദെൻ 2x ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്
ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ ഡെൽറ്റ എക്സ് നമ്മൾ കോമൺ എടുക്കുക, ന്യൂമറേറ്ററിൽ ഡെൽറ്റ എക്സ് 2x പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ ന്യൂമറേറ്ററിലും ഡെൽറ്റ എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഡെൽറ്റ എക്സ് ഉണ്ട്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 2x പ്ലസ് ഡെൽറ്റ എക്സ്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഡെൽറ്റ എക്സിന് 0 കൊടുക്കുന്നില്ല, കൊടുത്താലാണല്ലോ പ്രശ്നം. അതിന് പകരമാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ഡെൽറ്റ എക്സ് ന്യൂമറേറ്ററിലാണ്, അതുകൊണ്ട് ഇനി 0 കൊടുക്കാം, നമുക്ക് 0 കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 2x when ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഡെൽറ്റ എക്സ് 0ലേക്ക് മാറുമ്പോൾ നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് 2x എന്ന് കിട്ടും. മാത്തമാറ്റിക്കൽ ഇങ്ങനെ എഴുതും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് അതാണ് ഡിഫറൻസിയേഷൻ. ഇതാണ് ഡിഫറൻസിയേഷൻ, ഡി ബൈ ഡി എക്സ്. ഇതാണ് ഡിഫറൻസിയേഷൻ എന്നുള്ള കൺസെപ്റ്റ്. എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ എന്നുള്ള ഡിറൈവ് ചെയ്ത് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പോൾ നമ്മൾ എക്സിന് ഡെൽറ്റ എക്സിന് 0 ടെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അതാണ് 2x. ഇങ്ങനെയാണ് ഡിഫറൻസിയേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.